നമ്മൾ സിൽവർ ലൈനെ എതിർത്തത് ഒന്ന് പാരിസ്ഥിതികമായ വിഷയങ്ങളുടെ പേരിലും ഒന്ന് സാമ്പത്തികമായ വിഷയങ്ങളുടെ പേരിലും പ്രോപ്പറായിട്ടുള്ളൊരു DPR ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനർത്ഥം കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ വേണ്ടാന്നല്ല. ഓൾട്ടർനേറ്റീവ് ബദലുകൾ പരിശോധിക്കട്ടെ. അതിനെന്താ ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ടൊന്ന് ആളുകളെല്ലാം ഇവർ റെയിൽ കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞ് ഇവർക്ക് വോട്ട് ചെയ്യാൻ പോകണ്ട, അതൊന്നുമില്ല. അതിവേഗ റെയിൽ വരട്ടെ, അതിൻ്റെ പ്രപ്പോസൽ വരട്ടെ, അതിൻ്റെ DPR തയ്യാറാക്കട്ടെ. ഞങ്ങൾ പറഞ്ഞ പോയിന്റ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം വളരെ പ്രധാനപ്പെട്ട ഘടകമായതിനു ശേഷം കേരളത്തിൽ അത്തരം പദ്ധതികൾ വരുമ്പോൾ എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി വേണം. ഇങ്ങനെ 30 അടി ഉയരത്തിലേക്ക് എംബാങ്ക്മെൻ്റൊക്കെ പണിഞ്ഞു വെച്ചാൽ കേരളം അവിടെ പോകും. അത് അംഗീകരിക്കപ്പെട്ടില്ല. ഞങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടാണ് UDFൻ്റെ സബ് കമ്മിറ്റി വളരെ വിശദമായ വിദഗ്ധരുമായി പഠനം നടത്തിയതിന് ശേഷമാണത്. പ്രാക്ടിക്കലല്ല, കേരളത്തിൽ പ്രായോഗികമല്ല എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ശരിവെച്ചില്ലേ, ഗവൺമെൻറ് തന്നെ അത് ഉപേക്ഷിച്ചു.